Welcome to NCERT Plus 1 and Plus 2 Physics. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നിങ്ങളുടെ സമ്മറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഇതാണ്. കൈനറ്റിക് തിയറി ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഗീവ്സ് ദ റിലേഷൻ. അത് കൈനറ്റിക് തിയറിയുടെ അപ്രോക്സിമേഷൻസിന്റെ അകത്തു നിന്നാണ് നമ്മൾ പ്രഷറിന് ഈ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തിരുന്നത്. 1/3 nm v² bar. And then this is the expression where n is the number density of molecule, m is the mass of the molecule, and v² bar is the mean of the squared speed. Combined with the ideal gas equation, it yields a kinetic interpretation of temperature. നമ്മൾ കണ്ടിരുന്നു ഇങ്ങനെയായിരുന്നു, half m v² bar is equal to 3/2 kBT. And VRMS in the expression VRMS is v² bar and the averaged mean square speed in the square root, which is given by √3 kBT by n. This tells us that temperature of a gas is a measure of the average kinetic energy of a molecule. It's independent of the nature of the gas or molecule. In a mixture of gas at a fixed temperature, the heavier molecule will have the lower average speed. And the translational kinetic energy for a molecule is given by E is equal to 3/2 kBT. Okay. So the translation kinetic energy is given by 3/2 for a gas is given by 3/2 kBNT. And this leads to the relation that PV is equal to 2/3 E. So, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. അപ്പം നമുക്കിന്ന് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ദാറ്റ് ഇസ് 13.5, വിച്ച് ഇസ് ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഈ ഒരു സെക്ഷന്റെ ഹെഡിങ്ങിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ്, എന്തോ ഒരു ലോ ആണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എനർജി ആൻഡ് ഇക്വിപാർട്ടീഷൻ മീൻസ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു, നമുക്കറിയാം കൈനറ്റിക് എനർജി ഫോർ എ സിംഗിൾ മോളിക്യൂൾ. കൈനറ്റിക് എനർജി ഓഫ് എ സിംഗിൾ മോളിക്യൂൾ എന്താണെന്ന് നോക്കാം. ഒരു സിംഗിൾ മോളിക്യൂളിന്റെ ഒരു ഒറ്റ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ആ മോളിക്യൂളിന്റെ 3 ആക്സിസ്, ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞ സ്പേസിലാണ്. അപ്പം അതിന് 3 ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും. അപ്പൊ ആ 3 ആക്സിസിലേക്കുള്ള അതിന്റെ കൈനറ്റിക് എനർജിയുടെ സമ്മേഷൻ ആയിരിക്കും. സോ അതിനെ നമ്മൾ എപ്സിലോൺ സബ്സ്ക്രിപ്റ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ആണ് ഹാഫ് mv². അപ്പൊ എക്സ് ആക്സിസിലേക്ക് ആകുമ്പോൾ ഹാഫ് mvx², വൈ ആക്സിസിലേക്കുള്ളത് ഹാഫ് m ഇത് പ്ലസ് ഹാഫ് mvy², സെഡ് ആക്സിസിലേക്കുള്ളത് ഹാഫ് mvz². ഇതാണ് എക്സ്പ്രഷൻ. ഓക്കെ, ഇപ്പം ഗ്യാസ് എന്ന് പറയുന്നത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കാം. അത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് ഗ്യാസ്. ആൻഡ് തെർമൽ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആവറേജ് വാല്യൂ ഓഫ് ദിസ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് വാല്യൂ ഓഫ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് വാല്യൂനെ നമ്മൾ ആവറേജ് ആണെന്ന് കാണിക്കാൻ എപ്പോഴും ഈ ഒരു ആംഗിൾഡ് ബ്രാക്കറ്റിന്റെ അകത്ത് ഇട്ടാൽ മതി. സോ ഈ ആവറേജ് വാല്യൂ ഓഫ് എനർജി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. ആവറേജ് എനർജി എന്ന് പറയുന്നത് ഫോർ എ സിംഗിൾ മോളിക്യൂൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടാണ്. ദാറ്റ് ഇസ് ഗിവൺ ബൈ 3/2 kT. ഒരു സിംഗിൾ മോളിക്യൂളിനാണ് 3/2 kT ആണ്. അപ്പം ആ ആവറേജ് എന്ന് പറയുന്നത് 3/2 kT ആണെന്ന് നമുക്ക് അറിയാം. ആൻഡ് ഒരു സിംഗിൾ മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സമ്മേഷൻ ആയിരിക്കും എന്ന് പറയാം. അപ്പം ഈ 3/2 kT ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ അതിന്റെ അകത്ത് എന്താണ് ഈ 3/2 kBT എന്ന് പറഞ്ഞാൽ ഈ ഓരോ ടേംസിന്റെയും ആവറേജ്ഡ് വാല്യൂവിന്റെ സമ്മേഷൻ ആയിരിക്കണമല്ലോ 3/2 kBT. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, ആവറേജ് ഓഫ് ഹാഫ് mvx² പ്ലസ് ആവറേജ് ഓഫ് ഹാഫ് mvy². ആവറേജിനെ കാണിക്കാനാണ് ഈ ആംഗിൾഡ് ബ്രാക്കറ്റ് ഇടുന്നത്. ഓക്കെ, പ്ലസ് ആവറേജ് ഓഫ് ഹാഫ് mvz². ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പം നമുക്കറിയാം ഗ്യാസ് ഐസോട്രോപിക് ആണ്. അപ്പൊ ഒരു പ്രിഫേർഡ് ഡയറക്ഷനിലില്ല, എല്ലാ ഡയറക്ഷനിലും അത് സെയിം ആണ്. ഓക്കെ,
അപ്പൊ സെയിം ആവുമ്പോൾ അത് ഈ 3 ക്വാണ്ടിറ്റിയും സെയിം ആവണം. സെയിം ആവുകയും ടോട്ടൽ 3/2 kBt ആവുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഓരോന്നും ഹാഫ് kBt ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ബിക്കോസ് ഹാഫ് kBt പ്ലസ് ഹാഫ് kBt അത് ഗ്യാസ് ഐസോട്രോപിക് ആയതുകൊണ്ടാണ് എല്ലാ ഡയറക്ഷനിലേക്കും അത് സെയിം തന്നെ ആവണം അതിന്റെ പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് എല്ലാ ഡയറക്ഷനിലേക്കും സിംഗിൾ മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി സെയിം ആകണം. അപ്പം ഹാഫ് kBt ആണെങ്കിൽ നോക്കി ഹാഫ് ആൻഡ് സമ്മേഷൻ 3/2 kBt ആവുകയും വേണം. സോ ഹാഫ് kBt ആണെങ്കിൽ ഹാഫ് kBt പ്ലസ് ഹാഫ് kBt പ്ലസ് ഹാഫ് kBt നമുക്ക് 3/2 kBt കിട്ടും. ദാറ്റ് മീൻസ് ആ ഓരോന്നിന്റെയും ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് kBt ഹാഫ് kBt ആണ് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് എന്താണ് ഹാഫ് അത് ആവറേജ് വാല്യൂ ഓഫ് ഹാഫ് mv(x²) എന്ന് പറയുന്നത് ഹാഫ് kBt ആണ്. അതുപോലെ തന്നെ ആവറേജ്ഡ് വാല്യൂ ഓഫ് ഹാഫ് mv/² എന്ന് പറയുന്നതും ഹാഫ് kBt ആണ്. ആൻഡ് ആവറേജ് വാല്യൂ ഓഫ് ഹാഫ് kBt ആണ്. അതുപോലെ തന്നെ ആവറേജ്ഡ് വാല്യൂ ഓഫ് ഹാഫ് mvz² എന്ന് പറയുന്നതും ഹാഫ് kBt തന്നെയാണ്. ഓക്കെ, അപ്പം ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു മോളിക്യൂൾ വിച്ച് ഇസ് ഫ്രീ ടു മൂവ് ഇൻ സ്പേസ്, സ്പേസിൽ അത് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുവാണെങ്കിൽ, ഇഫ് മോളിക്യൂൾ ഇസ് ഇൻ സ്പേസ് അതിന് എന്താണ് 3 ആക്സിസിലേക്കും അതിന് ഫ്രീഡം ഉണ്ട് മൂവ് ചെയ്യാനായിട്ടുള്ളത്. സോ നമ്മൾ അവിടെ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാനായിട്ട് 3 കോർഡിനേറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും ഇഫ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ സ്പേസ്. നേരെ മറിച്ച് ഒരു മോളിക്യൂൾ പ്ലെയിനിൽ മാത്രമേ അതിന് മൂവ് ചെയ്യാൻ സാധിക്കുള്ളെങ്കിൽ അതിന് എന്താണ് 2 ആക്സിസിലെ മൂവ്മെന്റ് സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആണ്. ബിക്കോസ് 2 കോർഡിനേറ്റ് വേണം അതിനെ എന്ത് ചെയ്യണേ അതിന്റെ ലൊക്കേഷനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. ഇഫ് അതൊരു ലൈനിലാണ് ആ മോളിക്യൂൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ 1 ആണെന്ന് പറയും. കാര്യം ഒറ്റ കോർഡിനേറ്റ് മതി അതിന്റെ ലൊക്കേഷനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ. ഓക്കെ, അപ്പം എത്രയെല്ലാം വേസിൽ ഏതെല്ലാം തരത്തിൽ ഈ മോളിക്യൂളിന് മൂവ് ചെയ്യാൻ സാധിക്കും എന്ന് കാണിക്കാനുള്ള അതിന്റെ ഒരു ഐഡന്റിഫയർ ആണ് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇപ്പം അതാണ് അതിന്റെ ഏതെല്ലാം തരത്തിലാ അതിന്റെ മൂവ്മെന്റ് സാധിക്കും എന്നുള്ളതാണ്. അപ്പം നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആണെങ്കിൽ, ഇഫ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് 1 നമുക്ക് മനസ്സിലാക്കാം ആ മോഷൻ എന്ന് പറയുന്ന ഒരു ലൈനിലാണ്. ഇഫ് ഒരു മോളിക്യൂളിന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ദ മോഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ പ്ലെയിൻ. ഇഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണെങ്കിൽ എന്താണ് അതിൻ്റെ അകത്ത് ആ ഫ്രീഡം ഓഫ് മോഷൻ അതിന് മൂവ് ചെയ്യാൻ 3 കോർഡിനേറ്റ്സ് ഉണ്ട്. അല്ലെ സ്പേസിലാണ് അത് മൂവ് ചെയ്യുന്നത് നമുക്ക് സാധിക്കും. ഇപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ മോഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ സ്പേസ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു ബോഡിയുടെ മൊത്തത്തിലുള്ള മോഷൻ, മൊത്തമായിട്ടൊരു ബോഡി ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഒരു ഹോളായിട്ട് ബോഡിയുടെ മൂവ്മെന്റിനെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പൊ ട്രാൻസ്ലേഷൻ ഒക്കെ നമ്മൾ ഫസ്റ്റ് മെക്കാനിക്സ് ചാപ്റ്ററിലൂടെയൊക്കെ നമുക്ക് ഇത് ഫെമിലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ബോഡി ആസച്ച് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം സ്പേസിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന സ്പേസിൽ മൂവ് ചെയ്യുന്ന ഒരു മോളിക്യൂളിന് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതിന് 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്ന് പറയാം. ഓക്കെ, സ്പേസിൽ മൂവ് ചെയ്യുന്ന ഒരു മോളിക്യൂളിന് നമുക്ക് പറയാൻ പറ്റും 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറയാൻ പറ്റും. അത് ഈ ടെക്നിക്കലി ഈ ട്രാൻസ്ലേഷൻ എന്നുള്ള വാക്ക് നമ്മളോട് യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ഓരോ ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡവും എന്താണ് ഒരു സ്ക്വയർഡ് ടേം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ആ മോഷനെ സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു വേരിയബിളിന്റെ സ്ക്വയർഡ് ടേം അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പം സ്പേസിലുള്ളതിന്റെ എന്താണ് ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഇത് സ്പേസിലെ മോളിക്യൂളിന് 3 ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. ബിക്കോസ് അതിന് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും മൂവ്മെന്റ് പോസിബിൾ ആണ്. അപ്പോ നമ്മൾ ഓൾറെഡി കണ്ടതാണ് അതിന്റെ കൈനറ്റിക് ആവറേജ് എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടതാണ്. എക്സ് ആക്സിസിലാണെങ്കിൽ ഹാഫ് mv(x²) എന്ന് പറഞ്ഞ ടേം ആണുള്ളത്.
വൈ ആക്സിസിലാണെങ്കിൽ ഹാഫ് എം വി വൈ സ്ക്വയർ എന്ന് പറഞ്ഞ ടേമാണ് ടോട്ടൽ എനർജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സെഡ് ആക്സിസിലാണെങ്കിൽ ഹാഫ് എം വി സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേമാണ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് എക്സ് ആക്സിസിലും ഇത് വൈ ആക്സിസിലും ഇത് സെഡ് ആക്സിസിലുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടേമാണ്. അപ്പൊ ആ എനർജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ടേമിൽ ആ മോഷനെ സ്പെസിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ടേം ആണെന്ത് ഈ വെലോസിറ്റി ഓരോന്നിലും. അപ്പം വി എക്സും വി വൈയും വി സെഡും ആ എനർജി മൊത്തം എനർജി എന്ന് പറയുന്ന ടോട്ടൽ എനർജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു സ്ക്വയേർഡ് ടേം ആണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഒരു സ്ക്വയേർഡ് ടേമിന്റെ കോൺട്രിബ്യൂഷൻ, അതാ മോഷന്റെ സൂചിപ്പിക്കുന്ന ഒരു വേരിയബിളിന്റെ ഒരു സ്ക്വയേർഡ് ടേം ആണ് ടോട്ടൽ എനർജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓരോ ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, ആൻഡ് ഇപ്പൊ നോക്കുക, നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഈ ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിൽ ഓരോ ടേമിന്റെയും ആവറേജ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹാഫ് kBt ആണെന്ന് നമ്മൾ കണ്ടതാണ്. ഈ ഒരു എക്സ് ആക്സിസിലുള്ള എനർജിയുടെയും ആവറേജ് എനർജി കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് kBt ആണ്. അതുപോലെ വൈ ആക്സിസിലെയും അതുപോലെ സെഡ് ആക്സിസിലെയും ടോട്ടൽ എനർജിയിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹാഫ് kBt ആണെന്ന് നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ കണ്ടതാണ്. അപ്പം ഈ മോളിക്യൂൾസിലേക്ക് മോണോ ആറ്റമിക് ഗ്യാസ് ആർഗൺ പോലത്തേന് ഒരു ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ മോണോ ആറ്റമിക് ഗ്യാസ് നോക്കുവാണെങ്കിൽ ഒരു ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡമേ കാണുള്ളൂ. കാര്യം അതിന് ഒരു സ്ഥലത്തേക്ക് മാത്രം മൂവ്മെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, ഒന്നേ ഉണ്ടാവുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ഒരു മോണോ ആറ്റമിക് ഗ്യാസ് ആണെങ്കിൽ അതിന് ഒരു ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡമേ കാണുള്ളൂ. ഓക്കെ, ഒരു ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമേ കാണുള്ളൂ. പക്ഷെ നമുക്ക് ഡയറ്റമിക് ഗ്യാസ് എടുക്കുകയാണെങ്കിൽ, ഇഫ് യു ടേക്ക് ഡയറ്റമിക് ഗ്യാസ്, ഓക്കെ, ഡയറ്റമിക് ഗ്യാസസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ കൂടെ, ഓക്കെ, ഈ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, അതിന്റെ കൂടെ അതിന് സെന്റർ ഓഫ് മാസ്, അതിന്റെ സെന്റർ ഓഫ് മാസിൽ നിന്നും റൊട്ടേഷനും സാധിക്കും. ഓക്കെ, ഈ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ കൂടെ 2 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും കൂടി ഉണ്ടാവാം ഇഫ് ഇറ്റ് ഇസ് ഡയറ്റമിക് ആണെങ്കിൽ. അപ്പൊ ഈ ഫിഗറിന്റെ അകത്ത് അതാണ് കാണിച്ചിട്ടുള്ളത്. ആ ഡയറ്റമിക് മോളിൽ ഈ 2 പിക്ചറിൽ നിന്നും കാണുന്നത് ഇൻഡിപെൻഡന്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിസ് ഈസ് അവർ ഇതാണ് നമ്മളുടെ ഡയറ്റമിക് മോളിക്യൂൾ എന്ന് വിചാരിക്കുക. ഓക്കെ, ഡയറ്റമിക് മീൻസ് 2 ആറ്റം ഉണ്ടല്ലോ, ഒരു ലീനിയർ മോളിക്യൂൾ ആണ്. സോ ഇവിടെ ഒരു ആറ്റം ഉണ്ട്, ഇവിടെ ഒരു ആറ്റം ഉണ്ട്, അങ്ങനെ അത് ലീനിയർ ആയിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പം അതിനിങ്ങനെ കറങ്ങാമല്ലോ. അപ്പൊ അതിനിങ്ങനെ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതിന് സംഭവിക്കാം. അപ്പം ഇങ്ങനെ അത് ദറ്റ് മീൻസ് ഇവിടെ അയാൾ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. സോ അതിങ്ങനെ കറങ്ങാം അല്ലെ. അപ്പം ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ള ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അത് ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒരു ആക്സിസ് ഓഫ് ആ പ്ലെയിന്, കറങ്ങുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതിന് സാധ്യമാവും. ഓക്കെ, അത് അതിന്റെ ഒരു റൊട്ടേഷണൽ ആക്സിസ്. അതുപോലെ തന്നെ ഇനി ഇതിപ്പം ഇങ്ങനെയാണ് നമ്മുടെ മോളിക്യൂള് ഇങ്ങനെ കറങ്ങാം. അതല്ലാതെ ഇറ്റ് കുഡ് ഈവൻ ഡൂ ദ സെയിം തിങ്, ലൈക്ക് ഇങ്ങനെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിങ്ങനെ അതിന് കറങ്ങാം. ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കറക്കമാണെങ്കിൽ ഇതൊരു വെർട്ടിക്കൽ എന്ന് പറയാം. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ പ്ലെയിന് ഇൻ ടു ദ പേജ് ആയിട്ട് ഇങ്ങനെ വരുന്ന ഈ ഒരു റൊട്ടേഷൻ ആക്സിസും, സോ അബൌട്ട് നമ്മൾ അതിന്റെ റൊട്ടേഷണൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇതാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇങ്ങനെ ഇത് കറങ്ങുമ്പോൾ നമുക്ക് പറയാം ഇത് എന്തെങ്കിലും ഒരു ആക്സിസിന് ചുറ്റുമാണല്ലോ കറങ്ങുന്നത്. ആ ആക്സിസ് നമുക്ക് ഇതായിട്ടാണ് വരിക, അബൌട്ട് ദ സെന്റർ ഓഫ് മാസ്. ഇനി നെക്സ്റ്റ് കേസിൽ എന്താണ്, നമ്മളുടെ ഡയറ്റമിക് മോളിക്യൂൾ ഇങ്ങനെ കറങ്ങണം. അപ്പൊ നമുക്ക് പറയാം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ചുറ്റി കറങ്ങുന്നത് ഈ ഒരു ആക്സിസിനെ ചുറ്റി കറങ്ങുകയാണെന്ന് പറയാം. ഓക്കെ, അങ്ങനെ 2 ഇൻഡിപെൻഡന്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണ്, ഈ 1ഉം 2ഉം 2 ആക്സിസ്. ഓക്കെ, സോ അങ്ങനെ 2 ഇൻഡിപെൻഡന്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ അതിന് ഉണ്ടാവും, അബൌട്ട് വിച്ച് ദ മോളിക്യൂൾ ക്യാൻ റൊട്ടേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഈ ഒരു എന്താണ് 2 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും കൂടി ഉണ്ട്. അപ്പം ആ 2 റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും എന്താണ് ഒരു ടേമിനെ 2 ടേംസിന് ടോട്ടൽ എനർജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും.
ഓക്കെ, അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ എനർജിയും ഉണ്ട്, റൊട്ടേഷൻ എനർജിയും ഉണ്ട്. ഇപ്പൊ ട്രാൻസ്ലേഷൻ എനർജി നമ്മൾ ഓൾറെഡി കണ്ട ½ mv(x²) പ്ലസ് ½ mv(y²) പ്ലസ് ½ mv(z²) പ്ലസ് ഇനി റൊട്ടേഷൻ എനർജി എന്ന് പറയുന്ന റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ മെക്കാനിക്സിൽ ഓൾറെഡി കണ്ടാണ്, ½ π ആണ്. കറസ്പോണ്ടിംഗ്ലി ട്രാൻസ്ലേഷൻ എനർജി പോലെ ലീനിയർ മോഷനിൽ ട്രാൻസ്ലേഷൻ എനർജി പോലെ റൊട്ടേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടേം ½ ആണ്. അപ്പൊ ഇതുപോലെ ഇവിടെ രണ്ട് റൊട്ടേഷൻ എനർജീസ് ഉണ്ട്. സോ ഫസ്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ വരുന്നതിന് നമുക്ക് എല്ലാം ഫസ്റ്റ് 1 സബ്സ്ക്രിപ്റ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് റൊട്ടേഷന് എല്ലാ 2 എന്ന് പറഞ്ഞ സബ്സ്ക്രിപ്റ്റ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ദിസ് വിൽ ബി ½ I1 പ്ലസ് ½ I2 ω2². അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ എനർജി വരുന്നത്. ഇവിടെ ω1 ω2 എന്ന് പറയുന്നത് ഫസ്റ്റ് ആക്സിസിലെ സ്പീഡാണ് ω1, സെക്കൻഡ് ആക്സിസിലെ സ്പീഡാണ് ω2. മോളിക്യൂളിന്റെ സെക്കൻഡ് ആക്സിസിലെ സ്പീഡ് ω2, ഫസ്റ്റ് ആക്സിസിലെ സ്പീഡ് ω1. ആൻഡ് I1ഉം I2ഉം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഓക്കെ, കറസ്പോണ്ടിങ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു മോഷന്റെ വേരിയബിളിനെ കാണിക്കുന്നത് ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞ ആ ടേം, അതാണ് ഇവിടെ മോഷനെ കാണിക്കുന്ന ആ ഒരു ടേമിന് വീണ്ടും ഇവിടെ സ്ക്വയർഡ് ആണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ v² പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ ഓരോ കോൺട്രിബ്യൂട്ടറി ടേംസിനും ഒരു സ്ക്വയർഡ് ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ഒരു ഡയറ്റമിക് മോളിക്യൂളായിട്ട് നമ്മൾ ഓക്സിജനെയാണ്, ഓക്സിജൻ എന്നുള്ള തരത്തിലാണ് നമ്മളിതിപ്പോ പറഞ്ഞത്, ഓക്സിജൻ ആയിരുന്നു. സോ ഈ ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ റിജിഡ് റൊട്ടേറ്റർ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ടോട്ടൽ എനർജി വരുന്നത്, അത് ടോട്ടൽ എനർജി വിച്ച് ഈസ് ജസ്റ്റ് സമ്മേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ വരുന്നത് റിജിഡ് റൊട്ടേറ്റർ ആയിട്ടുള്ള മോളിക്യൂൾസിനായിരിക്കും. അതായത് ദ മോളിക്യൂൾസ് വിച്ച് ഡസൻ വൈബ്രേറ്റ്, അത് വൈബ്രേറ്റ് ചെയ്യാത്ത മോളിക്യൂൾസിനാണ് ഇങ്ങനെ ഒരു ടോട്ടൽ എനർജി വരുന്നത്, ലൈക്ക് ഓക്സിജൻ. പക്ഷെ ഓക്സിജനിലും ഇതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഓക്സിജൻ പോലൊരു മോളിക്യൂൾ ആയിട്ട് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഓക്സിജൻ എല്ലാ ടെമ്പറേച്ചേഴ്സിലും അല്ല, മോഡറേറ്റ് ടെമ്പറേച്ചറിൽ മാത്രമേ അത് ട്രൂ ആകുന്നുള്ളൂ, എല്ലായിടത്തും ട്രൂ ആവുന്നില്ല. ഓക്കെ, പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്സിജൻ എങ്ങനെയാണെന്ന് തൽക്കാലം പറയാം, പക്ഷെ എല്ലാ ടെമ്പറേച്ചറിലും ട്രൂ അല്ല. ആൻഡ് ഇഫ് യു കൺസിഡർ മോളിക്യൂൾ ലൈക്ക് കാർബൺ മോണോക്സൈഡ്, ഇപ്പം ഇതൊരു ഡയറ്റമിക് മോളിക്യൂൾ ആണ്, പക്ഷെ ഈവൻ മോഡറേറ്റ് ടെമ്പറേച്ചറിലും ഈ കാർബൺ മോണോക്സൈഡിന് ഒരു മോഡ് ഓഫ് വൈബ്രേഷനും ഉണ്ട്. along with translation and rotation ഒരു മോഡ് ഓഫ് വൈബ്രേഷനും കൂടിയുണ്ട്. ട്രാൻസ്ലേഷൻ മോഷനും അതിന്റെ മോളിക്യൂൾസിനുണ്ട്, റൊട്ടേഷണൽ മോഷനും ഉണ്ട്, വൈബ്രേഷൻ മോഷനും ഉണ്ട്. ഓക്കെ, അതൊരു ആ കാർബണും ഓക്സിജനും തമ്മിൽ ചേരുന്ന ആ ഒരു ആറ്റത്തിന്റെ ഇടയിലുള്ള ഒരു ആക്സിസിൽ അത് ഓസിലേറ്റ് ചെയ്യും, ഒരു 1 ഡയമെൻഷണൽ ഓസിലേറ്റർ പോലെ അത് ഓസിലേറ്റ് ചെയ്യും. ആൻഡ് അതുകൊണ്ട് തന്നെ അതും ഒരു വൈബ്രേഷൻ എനർജി ടേമും കൂടി ടോട്ടൽ എനർജി ടേമിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ വൈബ്രേഷൻ എനർജി ടേം വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ എപ്സിലോൺ സബ്സ്ക്രിപ്റ്റ് വി, അതെന്ന് പറയുന്നത് നമുക്ക് ഈ എക്സ്പ്രഷൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ടെന്ന് എനിക്കറിയില്ല. സോ വൈബ്രേഷൻ എനർജി കൺസിസ്റ്റ് ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അതിന്റെ കൈനറ്റിക് എനർജി ടേം എന്ന് പറഞ്ഞാൽ ½ m × dy/dt² പ്ലസ് ഇത് പൊട്ടൻഷ്യൽ എനർജിയാണ് ½ k/2. ഇങ്ങനെ ഒരു ടേം ഉണ്ട്. ഓക്കെ, തൽക്കാലം ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. സോ ഇവിടുത്തെ k എന്ന് പറയുന്നത് ഓസിലേറ്ററിന്റെ ഫോർ ആൻ ഓസിലേറ്റർ k എന്ന് പറയുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് y എന്ന് പറയുന്നത് അതിന്റെ വൈബ്രേഷണൽ കോർഡിനേറ്റ്, ഏത് കോർഡിനേറ്റ് ആണോ വൈബ്രേറ്റ് ചെയ്യുന്ന അതിന്റെ പർട്ടിക്കുലർ ആ ഒരു കോർഡിനേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ദാറ്റ് y. ഓക്കെ, സോ നമ്മളുടെ ഇവിടെ such type of molecules ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ എനർജി പ്ലസ് റൊട്ടേഷൻ എനർജി പ്ലസ് വൈബ്രേഷൻ എനർജിയുടെ സമ്മേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ വൈബ്രേഷൻ എനർജി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വൈബ്രേഷൻ എനർജിയുടെ 2 സ്ക്വയർ ടേംസ് ഉണ്ട്. ഓക്കെ, 2 സ്ക്വയർ ടേംസ് ആണ് വൈബ്രേഷൻ എനർജിയുടെ അകത്ത് ഇപ്പം വന്നിരിക്കുന്നത്. ഓക്കെ, 2 സ്ക്വയർ ടേംസ് വൈബ്രേഷൻ എനർജിയുടെ അകത്തുണ്ട്. സോ നമുക്കിപ്പം ഇവിടെ നോക്കുക, നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്സിലോൺ ടി പ്ലസ് എപ്സിലോൺ ആർ പ്ലസ് എപ്സിലോൺ വി. ഇപ്പൊ ട്രാൻസ്ലേഷൻ നമ്മൾ 3 വൈബ്രേഷൻ മോഷനും along 3 ആക്സിസ് വെച്ച് എഴുതും. ½ mvy², ½ mvx² പ്ലസ് ½ mvz².
ഇനി റൊട്ടേഷൻ എനർജി നമ്മൾ കണ്ടു ഹാഫ് I1 ω1 സ്ക്വയർ പ്ലസ് ഹാഫ് I2 ω2 സ്ക്വയർ പ്ലസ് ഹാഫ് mdy/dt the whole square പ്ലസ് ഹാഫ് ay സ്ക്വയർ. ഓക്കെ, അപ്പം നമുക്ക് ട്രാൻസ്ലേഷണൽ അതുപോലെ തന്നെ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒരു സ്ക്വയർ ടേമിനെ കൊടുക്കുന്നുള്ളൂ. ഈ ഒരു സ്ക്വയർ ടേം എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട, ലൈക്ക് ട്രാൻസ്ലേഷൻ ഡിഗ്രിക്ക് 3 സ്ക്വയർ ടേം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. കാര്യം എന്താണ്, അത് മൂന്ന് ആക്സിസിലേക്കാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, അത് നമ്മളിവിടെ പറയാൻ പോകുന്ന ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡവും ഒരു സ്ക്വയർ ടേം മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പോഴത്തേക്കും പക്ഷെ വൈബ്രേഷണൽ ഡിഗ്രി 2 സ്ക്വയർ ടേമിനെ കൊടുക്കുന്നുണ്ട്. അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പം ഇവിടെ നോക്കുമ്പം ട്രാൻസ്ലേഷൻ ഡിഗ്രിയുടെ അകത്ത് 3 സ്ക്വയർ ടേം ഇരിക്കുന്നു, റൊട്ടേഷൻ ഡിഗ്രിയുടെ അകത്താണെങ്കിൽ 2 സ്ക്വയർ ടേം ഇരിക്കുന്നു. പിന്നെ ഇതെന്താണ് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാര്യം ട്രാൻസ്ലേഷൻ ഡിഗ്രിയുടെ അകത്ത് സ്ക്വയർ ടേം എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും സെഡ് ആക്സിലേക്കും 3 ഡിഫറെന്റ് ആക്സിസിലേക്കാണ് വേറെ 3 സ്ക്വയർ ടേം വന്നിരിക്കുന്നത്. ഒന്ന് ഇതെന്ന് പറഞ്ഞാൽ ഈ ω1ഉം ω2ഉം 2 ആക്സിസ് ആണ്. അത് 2 ഡിഫറെന്റ് ആക്സിസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരേ ആക്സിസിൽ തന്നെയുള്ള ഒരേ ആക്സിസിലെ കോൺട്രിബ്യൂഷൻ ആണ് എന്താണ് രണ്ടായിട്ട് വന്നിരിക്കുന്നത്. ഒരേ ആക്സിസ് തന്നെ 2 സ്ക്വയർ ടേമിന്റെ കോൺട്രിബ്യൂഷൻ വൈബ്രേഷണൽ മോഷന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം എന്തുകൊണ്ടാണ് ഈ സ്ക്വയർ ടേമിനെ കുറിച്ച് പറയുന്നത്? സ്ക്വയർ ടേമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് ടേം. എനിത്തിങ് വിച്ച് ഇസ് സ്ക്വയർഡിനെ നമ്മൾ പറയുന്നത് ക്വാഡ്രാറ്റിക് ടേം. അപ്പം ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ, ഈ എനർജി എക്സ്പ്രഷന്റെ ക്വാഡ്രാറ്റിക് ടേം എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു മോളിക്യൂള് നടത്തുന്ന എനർജി അബ്സോർപ്ഷൻ മോഡിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തെർമൽ ഇക്വിലിബ്രിയത്തിൽ, അതായത് T എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ തെർമൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോഴത്തേക്കും ഓരോ ട്രാൻസ്ലേഷണൽ മോഡ് ഓഫ് മോഷന്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ഹാഫ് kBT ആയിരുന്നു. അപ്പം ഓരോ മോഡ് ഓഫ് എനർജി ഉണ്ട് അല്ലെ, നമുക്കിപ്പം ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്, അതുപോലെ തന്നെ റൊട്ടേഷണൽ, വൈബ്രേഷൻ, അങ്ങനെ 3 മോഡ്സ് ഓഫ് എനർജി ഉണ്ട്. അപ്പൊ ഈ 3 മോഡ്സ് ഓഫ് എനർജിയും, അത് ട്രാൻസ്ലേഷനും വൈബ്രേഷനും റൊട്ടേഷനും ഒക്കെ എന്താണ് ഈ ഒരു ഹാഫ് kBT കോൺട്രിബ്യൂഷൻ ആണ് ഓരോ മോഡിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പൊ അതാണ് നമ്മുടെ ലോ ഓഫ് ഇക്വിപാർട്ടീഷനിൽ പറയുന്നത്. അതായത് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ എല്ലാ എനർജി മോഡ്സിലും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ മോഡിനും ഹാഫ് kBT കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. അതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഓക്കെ, അത് നമുക്ക് ഒന്നുകൂടെയും കൂടി സ്റ്റേറ്റ്മെന്റിൽ എഴുതുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒന്നുകൂടെയും കൂടി നമുക്ക് അതിന്റെ കാര്യം പറയാം. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് അറ്റ് ഇക്വിലിബ്രിയം or in equilibrium, ഇക്വിലിബ്രിയത്തിൽ തെർമൽ ഇക്വിലിബ്രിയത്തിൽ T എന്ന് പറഞ്ഞ ഒരു ടെമ്പറേച്ചറിന്റെ തെർമൽ ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യുന്ന ആ സമയത്ത് ദ ടോട്ടൽ എനർജി, ആ ഒരു മോളിക്യൂളിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്, ദ ടോട്ടൽ എനർജി ഇസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. നമ്മൾ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് കണ്ടു, ഹാഫ് kBT. എന്ന് പറയുന്നത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും ഇൻ ഓൾ പോസിബിൾ എനർജി മോഡ്സ്. നമുക്ക് എനർജി മോഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ലേഷൻ, വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ, അതിലേക്കെല്ലാം ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. വിത്ത് ഈച്ച് മോഡ് ഹാവിങ്, ആ ഓരോ മോഡിന് എത്ര എനർജി ആണെന്നാണ് നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. ഈച്ച് മോഡ് ഹാവിങ് ആൻ ആവറേജ് എനർജി, ഓരോന്നിന്റെ ആവറേജ് എനർജി നമ്മൾ കണ്ടാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് kBT. ഇതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ പ്രിൻസിപ്പിൾ ആണ്. ഇത് ഇങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ്. ഇതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഇതിന്റെ പ്രൂഫോ കാര്യങ്ങളൊന്നും ദാറ്റ് ഈസ് ഒരു വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അതിന്റെ പ്രൂഫിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് ഈ ഒരു കാര്യത്തിൽ വേണ്ട. നമുക്ക് ഇപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. അപ്പം അത് ഇപ്പോഴത്തെ നിങ്ങളുടെ പഠിത്തത്തിനനുസരിച്ച് ഇതിന്റെ പ്രൂഫിന്റെ ആവശ്യമില്ല. സോ ഇതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി.
അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡങ്ങളും, അത് ഓരോ ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്കറിയാം ഹാഫ് എം ബി എക്സ് സ്ക്വയർഡും ഹാഫ് എം ബി വൈ സ്ക്വയർഡും ഹാഫ് എം ബി സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ആ ഓരോ ട്രാൻസ്ലേഷൻ മോഡ് ഓഫ് ഫ്രീഡം ഫ്രീഡം ഓഫ് മോളിക്യൂൾ അതെന്ന് പറയുന്നത് എത്രയാണ്, ഈ ഹാഫ് കെ ബി ടി ഓഫ് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഈച്ച് translational degree of freedom contributes half kBt to total energy. Total energy ക്ക് half kBt ആയിരിക്കും എന്താണ് ഓരോ ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം കൊടുക്കുക. അതുപോലെയാണ് ഓരോ റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡവും എന്താണ് ഹാഫ് kBt ടോട്ടൽ എനർജിയിലേക്ക് കൊടുക്കും. എന്നാൽ വൈബ്രേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിൽ എത്ര കൊടുക്കും? കാര്യം വൈബ്രേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഓൾറെഡി തന്നെ 2 സ്ക്വയർ ടേംസ് ഉണ്ട്. ആ 2 സ്ക്വയർ ടേംസും ഹാഫ് kBt വെച്ച് കൊടുക്കും. സോ അതിന്റെ ടോട്ടൽ എനർജി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഹാഫ് kBt ഇൻറ്റു 2 ആണ്. ദാറ്റ് ഇസ് വൈബ്രേഷൻ kBt എനർജിയാണ് ടോട്ടൽ എനർജിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, കാര്യം വൈബ്രേഷൻ്റെ അകത്ത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. അതിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ kBt ആയിരിക്കും ടോട്ടൽ എനർജി മേക്കപ്പിൽ. ഓക്കെ, അപ്പം ഈ ഒരു ഇത് വെച്ചിട്ട് ഈ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി വെച്ചിട്ട് നമ്മളിനി സ്പെസിഫിക് ഹീറ്റ്സ് ഓഫ് ഗ്യാസസ് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.